മണ്ണത്തൂർ വിൽസൺ രചിച്ച മേഘങ്ങളിൽ മുഖമൊളിക്കുന്നവർ എന്ന നോവലിന്റെ പ്രകാശകർമ്മം മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് അശോകൻ ചരുവിൽ നിർവഹിച്ചു. സിനിമാ താരം നിഷാന്ത് സാഗറിന് കോപ്പി നൽകിക്കൊണ്ട് CPM ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടമുറിക്കൽ ആദ്യ വിൽപ്പന നടത്തി. മണ്ണത്തൂർ വിൽസൺ, ജയകുമാർ ചെങ്ങമനാട്, മേള സെക്രട്ടറി DKS കർത്ത എന്നിവർ സംസാരിച്ചു. പ്രമുഖ നോവലിസ്റ്റ് നാരായൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 1998 ഡിസംബർ 25 ക്രിസ്തുമസ് ദിനത്തിലാണ് എൻ്റെ ആദ്യ ചെറുകഥാ സമാഹാരമായ ഒക്ടോബർ രാത്രിയുടെ മരണം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ശ്രീ വൈശാഖൻ പ്രകാശനം ചെയ്തത്. 7 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു തൃശ്ശൂരുകാരൻ എൻ്റെ നോവലിൻ്റെ പ്രകാശനകർമ്മം നിർവഹിക്കുകയാണ്. ഈ പുസ്തക പ്രകാശന ചടങ്ങിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ശ്രീ M. മുകുന്ദനെക്കുറിച്ചാണ്. ഞാൻ ചെറുപ്പം മുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന വ്യക്തി. ഞാൻ അദ്ദേഹത്തെ മൊബൈൽ ഫോണിൽ വിളിക്കുകയും ചെയ്തു. പക്ഷേ DC ബുക്സിൻ്റെ പരിപാടികളിൽ പോലും പങ്കെടുക്കാത്ത മുകുന്ദനോട് പ്രകാശന ചടങ്ങിന് വരാൻ പറയാൻ എനിക്ക് ധൈര്യം വന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരനെന്ന് സ്വയം അവകാശപ്പെടുന്ന T. പത്മനാഭൻ പോലും 3-4 ദിവസം ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് പങ്കെടുക്കുമ്പോൾ, പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റുമൊക്കെ പങ്കെടുക്കുമ്പോൾ മുകുന്ദൻ പങ്കെടുക്കാറില്ല. അതിനാൽ എനിക്ക് അദ്ദേഹത്തെ വിളിക്കാനുള്ള ധൈര്യം വന്നില്ല. ഞാൻ ഫോണിൽ കൂടി സുഖവിവരങ്ങൾ ചോദിച്ച് അവസാനിപ്പിച്ചു. എനിക്ക് നേരിട്ട് പരിചയമുള്ള പ്രശസ്തരായ ഒട്ടേറെ എഴുത്തുകാരുണ്ട്. ശ്രീ M. T. വാസുദേവൻ നായർ, മാധവിക്കുട്ടി, P. വത്സല, ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, KB. ശ്രീദേവി, പെരുമ്പടവം ശ്രീധരൻ, ഓണക്കൂർ ജോർജ്, അങ്ങനെ ഒട്ടേറെ പേർ. ശാരീരിക അവശതയുടെയും ദൂരത്തിൻ്റെയും പേരിൽ ഇവരെയൊക്കെ ഒഴിവാക്കേണ്ടി വന്നു. പിന്നീടാണ് ഞാൻ ആലോചിച്ചത്, പ്രഗത്ഭരായ ഇത്രയധികം വ്യക്തികൾ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് സൂപ്പർ സ്റ്റാറുകളെ അന്വേഷിച്ച് നടക്കുന്നത്? പൊക്കിളിൽ കസ്തൂരി ഉണ്ടെന്നറിയാതെ അതിൻ്റെ ഗന്ധം അന്വേഷിച്ച് നടക്കുന്ന മാനിനെ പോലെയായിരുന്നു ഞാൻ. ഈ സ്റ്റേജിലിരിക്കുന്ന വ്യക്തികളിൽ അശോകനൊഴികെ ആരുടെ പേരും അവരുടെ മുൻകൂർ അനുവാദമില്ലാതെ നോട്ടീസിൽ വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. 7 വർഷം മുതൽ 30 വർഷം വരെ എനിക്ക് പരിചയമുള്ളവരാണ് ഈ വേദിയിലിരിക്കുന്നവർ. ഇവരാരും നോട്ടീസിൽ പേര് വെച്ചിട്ട് വരാതിരിക്കില്ല. ഇവരൊക്കെ അവർ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിലെ പ്രതിഭാശാലികളാണ്. ഞാനൊരു വിവാദ നായകനാണ്. പ്രസംഗവേദികളിലും വ്യക്തിജീവിതത്തിലും പുസ്തകങ്ങളിലും എന്നെ വിമർശിക്കുന്നവർ ഒട്ടേറെയുണ്ട്. ആ വിമർശനങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വിമർശനം നേരെയാകണമെന്ന് മാത്രം ഒളിപ്പേര് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഈ പ്രാവശ്യത്തെ വിമർശനം പുസ്തകത്തിൻ്റെ കവർ പേജിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. പുസ്തകത്തിൻ്റെ കവർ പേജിൽ നോവലിസ്റ്റിൻ്റെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. ശ്രീ ഓണക്കൂർ ജോർജ് പറഞ്ഞത് ഞാൻ ലോകത്തൊരിടത്തും ഇങ്ങനെ കണ്ടിട്ടില്ല എന്നാണ്. ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും സന്ദർശിക്കുകയും 2005 മാർച്ച് വരെ ഇറങ്ങിയ എല്ലാ പുസ്തകങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് പ്രൊഫസർ ഡോക്ടർ ഓണക്കൂർ ജോർജിനെ അവിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോഴെൻ്റെ ഭയം ഞാൻ ഗിന്നസ് ബുക്കിൽ കയറിക്കൂടുമോ എന്നാണ്. ലോകത്തിൽ ആദ്യമായി നോവലിന് നോവലിസ്റ്റിൻ്റെ ഫോട്ടോ കവർ ചിത്രമായി കൊടുത്ത വ്യക്തി എന്ന നിലയിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന നിയമമുണ്ടെങ്കിൽ അതിനെതിരെ കേസിന് പോകാം. അതല്ല, ഇതൊരാചാരമാണെങ്കിൽ ഞാനതിനെ നിഷേധിക്കുന്നു. പുരോഗതി ഒരിക്കലും യാഥാസ്ഥിതികത്വത്തിൽ നിന്നും വരികയില്ല. വിശ്വാസ വിപരീതമാണ് സകല പുരോഗതിയുടെയും അടിസ്ഥാനം. അനുസരണക്കേടാണ് ഏറ്റവും നല്ല സ്വഭാവം. ഇത് എതിർപ്പിന് വേണ്ടിയുള്ള എതിർപ്പല്ല, പുതിയതിൻ്റെ പേറ്റുന്നതുമാണ്. അറവുശാലയിൽ പോത്തിൻ്റെയും ആടിൻ്റെയും തലകൾ കാണാം. കാസറ്റ് കടയിൽ കലാഭവൻ മണിയുടെയും യേശുദാസിൻ്റെയും തലകൾ കാണാം. സിനിമാ പോസ്റ്ററുകളിൽ നടീനടന്മാരുടെ ചിത്രങ്ങൾ കാണാം. പുസ്തകശാലകളിൽ എഴുത്തുകാരുടെ തലകൾ കണ്ടാൽ കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പീഡന കേസുകളിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് കേസിൽ കൊടുക്കാൻ പറ്റുമെന്നൊരു അപകടമുണ്ടെന്ന് മാത്രം. ഇനിയുള്ളത് എഴുത്തുകാരൻ്റെ ബയോഡേറ്റ വിശദമായി കൊടുക്കുന്നതിനെക്കുറിച്ചാണ്. ചില എഴുത്തുകാരുടെ പുസ്തകങ്ങളിൽ കാണാം, പാലക്കാട് ജനിച്ചു, 4 പുസ്തകങ്ങൾ, അനേകം അവാർഡുകൾ. ഈ മനുഷ്യനെക്കുറിച്ച് നമ്മൾക്ക് എന്ത് വിവരമാണ് കിട്ടിയത്? വനിതാ എഴുത്തുകാരികളാണെങ്കിൽ ഒരിക്കലും അവർ ജനിച്ച വർഷം എഴുതുകയില്ല. ഫെമിനിസ്റ്റുകളാണെങ്കിൽ പ്രത്യേകിച്ചും. CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചിറക്കിയ സോവനീറിൽ കണ്ടു PPS തോസ് ആണ്ടല്ലൂരിലാണ് ജനിച്ചതെന്ന്. ഗോപിച്ചേട്ടനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നാളെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ മണ്ണത്തൂർ വിൽസൺ ഉഗാണ്ടയിലാണ് ജനിച്ചത് എന്നാരെങ്കിലും എഴുതി വെച്ചാൽ ഞാൻ എഴുതുന്ന പുസ്തകം നോക്കി സത്യം കണ്ടുപിടിക്കാം. T. പത്മനാഭൻ്റെ പുസ്തകങ്ങളിൽ കൊടുക്കാറുള്ളതാണ് ഇദ്ദേഹം നോവൽ എഴുതിയിട്ടില്ല എന്ന്. അദ്ദേഹം നോവൽ മാത്രമല്ല എഴുതാത്തത്, നാടകം എഴുതിയിട്ടില്ല, കഥാപ്രസംഗം എഴുതിയിട്ടില്ല, തുള്ളൽപ്പാട്ട് എഴുതിയിട്ടില്ല, അങ്ങനെ എഴുതാത്ത പലതുമുണ്ട്. മക്കളില്ല എന്ന് എഴുതിയത് മനസ്സിലാക്കാം.
കൊടിയേരിയുടെ മകനാണെന്ന് പറഞ്ഞ് അടിപിടി കേസിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ നാളെ ടി പത്മനാഭൻ്റെ മകനാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും കേസിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുന്നത് തടയാൻ നല്ലതാണ്. എൻ്റെ പുസ്തകത്തിൽ അർത്ഥനഗ്നകളായ സ്ത്രീകളുടെ 2-3 ചിത്രങ്ങളുണ്ട്. ഇത് കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, പുസ്തകം നിവർത്തി നോക്കുന്നവർ ഈ ചിത്രം കണ്ടാലുടൻ പുസ്തകം അടച്ചു വയ്ക്കുമെന്ന്. ഇത്തരം ചിത്രം വരയ്ക്കാനൊന്നും ഞാൻ DC ബുക്സിൻ്റെ സ്റ്റാഫ് ആർട്ടിസ്റ്റിനോട് ആവശ്യപ്പെട്ടില്ല. പക്ഷേ ഞാൻ പ്രൂഫ് നോക്കാനും ചിത്രം നോക്കാനും പല പ്രാവശ്യം DC ബുക്സിൽ പോയതാണ്. പല ചിത്രങ്ങൾക്ക് ഞാൻ തിരുത്തലുകൾ വരുത്താൻ പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ ഈ ചിത്രങ്ങൾ മുഴുവാക്കാൻ പറയാമായിരുന്നു. പക്ഷേ സ്ത്രീകളുടെ മാരടം അത്ര വലിയ ഒരു നികൃഷ്ട വസ്തുവായി എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളൊക്കെ അമ്മമാരുടെ മുലകുടിച്ച് വളർന്നവരല്ലേ. ചിത്രകാരന്മാർക്ക് സ്ത്രീകളുടെ നഗ്നത ഒരു ഇഷ്ടവസ്തുവാണ്. രാജാരവിവർമ്മ മുതലുള്ളവർ അതിനെ ഭംഗിയായി ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. കോവിലുകളിൽ ചെന്ന് കല്യാണം കഴിക്കാത്ത കന്യകകൾ കൈകൂപ്പുന്ന കൽപ്രതിമകൾ കൊക്കോകൻ്റെ കാമശാസ്ത്രത്തെയും കടത്തിവെട്ടുന്നതാണ്. അത് ചിലപ്പോൾ യോനിയിൽ പ്രതിഷ്ഠിച്ച ശിവലിംഗമായിരിക്കും. അമ്പലങ്ങളിലെയും ചുമർ ചിത്രങ്ങളിലെയും രതിലീലകളുടെ ശില്പങ്ങളും ചിത്രങ്ങളും സ്ഥിരമായി കണ്ടിട്ട് അതിലൊന്നും അശ്ലീലം കാണാത്തവർ എൻ്റെ പുസ്തകത്തിലെ വരകളിൽ അശ്ലീലം കാണുന്നത് അത്ഭുതകരമാണ്. സംഭോഗ വർണ്ണന അശ്ലീലമാണെങ്കിൽ സംഭോഗം പ്രവൃത്തി രൂപത്തിലുള്ള ദാമ്പത്യ ജീവിതം എന്തുമാത്രം അശ്ലീലമാണ്. 2 വർഷം മുമ്പ് മൂവാറ്റുപുഴ അരമനപ്പള്ളിയിൽ പോയപ്പോൾ ഡോക്ടർ A.T. എബ്രഹാം അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടു. പാപങ്ങളിൽ എൻ്റെ മാതാവിനെ ഗർഭം ധരിച്ചു എന്ന ഭാഗം നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. കാരണം അത് പാപമല്ല, അവരാ പാപം ചെയ്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ഉണ്ടായത്. അതൊരു പുണ്യകർമ്മമാണ് എന്ന്. ഇത് കേട്ടുകൊണ്ട് നിന്ന എൻ്റെ സഹപാഠി പറയുകയാണ്, ഈ അച്ഛൻ്റെ പ്രസംഗം കേട്ടാൽ ഉള്ള വിശ്വാസം കൂടി നഷ്ടപ്പെടുമെന്ന്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി പ്രകടിപ്പിക്കുന്നവരാണ് ഇക്കൂട്ടർ. എത്രമാത്രം യാഥാസ്ഥികരാകാൻ കഴിയുമോ അത്രയും നല്ലത് എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവർ പുരോഗതിയെ പിറകോട്ട് വലിക്കുന്നവരാണ്, സംസ്കാരത്തിൻ്റെ ശത്രുക്കളാണ്. എൻ്റെ കഴിഞ്ഞ പുസ്തക പ്രകാശനത്തിന് നോട്ടീസ് അടിക്കാൻ വേണ്ടി തൊടുപുഴയിലെ ഒരു പ്രസ്സിലിരിക്കുമ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ഒരു മലയാളം അധ്യാപകനെ പരിചയപ്പെട്ടു. എൻ്റെ കൈവശം എൻ്റെ പുസ്തകത്തിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അധ്യാപകൻ്റെ മുഖം ഗൗരവപൂർണ്ണമായി. അയാൾ പറഞ്ഞു, ഇതിൽ മുഷ്ടിമൈഥനം എന്നൊരു വാക്കുണ്ട്, അതുകൊണ്ട് ഈ പുസ്തകം വീടുകളിൽ വാങ്ങി വയ്ക്കില്ല, ലൈബ്രറികളും വാങ്ങില്ല. പിന്നെ ആരാ വാങ്ങുന്നത്? മുറുക്കാൻ കടക്കാരോ, മീൻ പൊതിയാൻ മത്സ്യത്തൊഴിലാളികളോ? എന്തായാലും 1000 കോപ്പി അടിച്ച ഒക്ടോബർ രാത്രിയുടെ മരണത്തിൻ്റെ 880 കോപ്പികളും വിറ്റ് തീർന്നു. നമ്മുടെ പല അധ്യാപകരും അവരുടെ ജീവിത പങ്കാളികളും സദാചാര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെയാണല്ലോ. അത്തരത്തിലൊരു അധ്യാപികയും മകനും കൂടി വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതായിരുന്നു. വഴിക്ക് വെച്ച് 2 നായ്ക്കൾ ഇണചേരുന്നത് കണ്ടു. ഈ നായ്ക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് മകൻ അമ്മയോട് ചോദിച്ചു. ഇണചേരുകയാണെന്ന് പറഞ്ഞാൽ അശ്ലീലമാകുമല്ലോ. അതുകൊണ്ട് അമ്മ പറഞ്ഞു, മുകളിലുള്ള നായയുടെ കൈയിനെന്തോ തകരാറ് പറ്റി, താഴെയുള്ള പട്ടി അതിനെ പുറത്ത് കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ നായ്ക്കളും മനുഷ്യന്മാരെ പോലെയാണല്ലേ? മകൻ ചോദിച്ചു. അതെന്താ? ആരെങ്കിലും സഹായിക്കാൻ ശ്രമിച്ചാൽ അവർ സ്ക്രൂ ചെയ്യും. ഇത്തരം കാര്യങ്ങൾ അധ്യാപകരെക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾക്കറിയാം, മാതാപിതാക്കളെക്കാൾ കൂടുതൽ മക്കൾക്കറിയാം. അവർ സ്ഥിരമായി നീലപ്പടങ്ങൾ കാണുന്നവരായിരിക്കും. ഏത് നടിയുടേതാണ് ഏറ്റവും പുതിയതായി ഇറങ്ങിയിരിക്കുന്ന CD എന്ന് മകനറിയാം. എന്നിട്ടും അമ്മ മണത്തൂർ വിൽസൻ്റെ പുസ്തകം മകൻ കാണാതെ അരിപ്പെട്ടിക്കടിയിൽ സൂക്ഷിക്കുന്നു. ഇതാണ് മലയാളിയുടെ കപട സദാചാരം. 7 വർഷം മുമ്പ് എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറക്കിയപ്പോൾ തുടങ്ങിയതാണ് സുരുമ പബ്ലിഷേഴ്സ്. ഇപ്പോഴറിയുന്നു മൂവാറ്റുപുഴയിലെ സെക്സ് വർക്കേഴ്സിൻ്റെ സംഘടനയുടെ പേര് സുരുമ എന്നാണെന്ന്. അവരാണ് മുനിസിപ്പാലിറ്റിയിലെ ക്ലീനിങ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നത്. എനിക്ക് യാതൊരു എതിർപ്പുമില്ല. 30 വർഷം മുമ്പ് കേരളത്തിലെ വേശ്യകളെ സംഘടിപ്പിച്ച് കേരള പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. ഇന്ന് അതാണ് മൈത്രേയനും സക്രിയയും ഒക്കെ സെക്സ് വർക്കേഴ്സ് യൂണിയൻ എന്ന പേരിൽ കൊണ്ടുനടക്കുന്നത്. മലയാളിയുടെ കപട സദാചാരത്തിന് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനാണ് ഞാൻ അങ്ങനെ ഒരു സംഘടനയെക്കുറിച്ച് ചിന്തിച്ചത്. എന്നെ വിമർശിക്കുന്നവർക്ക്, എന്നെ പരിഹസിക്കുന്നവർക്ക് ഞാനൊരു ഇര കൂടി ഇട്ട് തരികയാണ്. മേഘങ്ങളിൽ മുഖമൊളിക്കുന്നവൻ എന്ന ഈ നോവലിൽ ചർച്ച ചെയ്യാത്ത ഒരു വിഷയവുമില്ല. സൂര്യന് കീഴിലുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഇതിൽ പരാമർശമുണ്ട്. സാമൂഹ്യ സാംസ്കാരിക മതമാധ്യമ രംഗങ്ങൾ, അതിർത്തിത്തർക്കം, അപകടമരണം, അമ്മായിയമ്മ പോര്, നാത്തൂൻ പോരുമ, കുടുംബകലഹം, തെരഞ്ഞെടുപ്പ്, 3ാം മുറ, ലോക്കപ്പ് മർദ്ദനം, സ്ത്രീപീഡനം, പരസ്ത്രീഗമനം, പരപുരുഷഗമനം, ബാലപീഡനം, വ്യഭിചാരം, മദ്യപാനം, കാബറ, രജിസ്റ്റർ വിവാഹം, ഗാന്ധർ വിവാഹം, അവിഹിത ഗർഭം, വിമോചന സമരം, അടിയന്തരാവസ്ഥ, വിദ്യാർത്ഥി സമരം, മാധ്യമ ചൂഷണങ്ങൾ, 2ാം ലോകമായുധം, ജീവിതം, തൊഴിലന്വേഷണം തുടങ്ങി 100 കൂട്ടം പ്രശ്നങ്ങൾ ഇതിൽ 100 കൂട്ടം പ്രശ്നങ്ങൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സാഗരത്തെ ചിപ്പിക്കുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണവും ഉണ്ടായേക്കാം. വിലാസിനി എഴുതിയാൽ 12,000 പേജ് വരുന്ന ഈ നോവൽ 128 പേജിൽ അവസാനിക്കുകയാണ്. വാഗ്മിതത്വം മണ്ണത്തൂർ വിൽസൻ്റെ കഥകളുടെ പ്രത്യേകതയാണെന്ന് പ്രൊഫസർ VM വിനയകുമാർ ഇതിൻ്റെ നോവലിനും ബാധകമാണ്. ഇനി ഈ നോവലിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, കഴുകൻ പറക്കുന്നു എന്നതുകൊണ്ട് കുരുവിക്ക് പറന്നുകൂടാ എന്നില്ലല്ലോ. കുരുവിക്ക് കുരുവിയുടേതായ പ്രസക്തിയുണ്ട്.
ബിമൽ മിത്രയുടെ നോവലുകൾ വായിച്ചാൽ മലയാളത്തിൽ സാഹിത്യകാരനുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. യുദ്ധവും സമാധാനവും, കാരമസവും സഹോദരന്മാർ തുടങ്ങിയ നോവൽ ക്ലാസിക്കുകൾ വായിച്ചാൽ ബിമൽ മിത്ര ഒന്നുമല്ലെന്ന് തോന്നും. ഇത് ലോക സാഹിത്യത്തിലെ ക്ലാസിക്കാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇതുകൂടി ഉൾപ്പെടുന്നതാണ് ലോക സാഹിത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ജീവിക്കുന്നുണ്ട് എന്ന് കാണിക്കാനല്ല ഈ പുസ്തകം ഞാൻ ജീവിക്കുന്നുണ്ട് എന്ന് കാണിക്കാനല്ല ഈ പുസ്തകം, ഞാനും ഇവിടെ ജീവിക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണ്. കുയിലിനോടാരും പറഞ്ഞിട്ടല്ല അത് പാടുന്നത്, മയിലിനോടാരും പറഞ്ഞിട്ടല്ല അത് ആടുന്നത്. എഴുത്തുകാരന് എഴുതാതിരിക്കാൻ കഴിയില്ല. പണ്ടൊരു യുവാവ് പള്ളിയിലെ വികാരിയോട് ചോദിച്ചു, വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് തെറ്റുണ്ടോ? തെറ്റില്ല, പക്ഷേ അത് ചടങ്ങുകൾ വൈകാൻ കാരണമാകും എന്ന് പുരോഹിതൻ മറുപടി പറഞ്ഞു. ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഈ ആൾക്കാർക്കൊക്കെ വീട്ടിൽ പോകേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ശ്രീ നാരായണുമായി എനിക്ക് 6-7 വർഷത്തെ പരിചയമുണ്ട്. 7 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു, ഇനി ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ടെങ്കിൽ, അത് പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അധ്യക്ഷൻ ശ്രീനാരായണായിരിക്കുമെന്ന്. കഴിഞ്ഞ 7 വർഷമായി ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫോണിൽ കൂടി ബന്ധപ്പെടാറുണ്ട്.